ഈ 14 ദിവസം കൊണ്ട് ദ്രവ്യ ഹെയർ ഓയിൽ എങ്ങനെ നിങ്ങളെ മുന്നിലെത്തുന്നത് കാണിച്ചു തരാം. ദ്രവ്യ ഹെയർ ഓയിലിൻ്റെ പ്രിപ്പറേഷനിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പച്ചമരുന്നുകളാണ് തെങ്ങിൻ പൂങ്കുല, നീലാംബരി, അതുപോലെ നെല്ലിക്ക. ഇവയൊക്കെ അരച്ചു കഴിഞ്ഞ് അതിൻ്റെ നീരും ബാക്കിയുള്ള പച്ചമരുന്നുകളും ചേർത്ത് 24 കൂട്ടം പച്ചമരുന്നുകളാണ് ഈ ദ്രവ്യ ഹെയർ ഓയിൽ തയ്യാറാകുന്നത്. ദ്രവ്യ ഹെയർ ഓയിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ് തെങ്ങിൻ പൂങ്കുല. തെങ്ങിൻ പൂങ്കുല കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മുടി സ്ട്രെങ്തൻ ചെയ്യാനും മുടിയുടെ ഉള്ളുകുറവിനും മുടിയുടെ പൊട്ടിപ്പോകൽ, അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി കിട്ടാനും മുടിയുടെ ഓവറോൾ ഹെൽത്തിനും ഈ തെങ്ങിൻ പൂങ്കുല സഹായിക്കും. ഈ തെങ്ങിൻ പൂങ്കുല കിട്ടാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നല്ല കോസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മളിത് കളക്ട് ചെയ്ത് വെക്കുന്നത്. പശുമ്പാല്, ആട്ടുംപാല്, എരുമപ്പാല്, തേങ്ങാപ്പാല്, ഇങ്ങനെ 4 കൂട്ടം പാലും ദ്രവ്യ ഹെയർ ഓയിലിൽ ആഡ് ആവുന്നുണ്ട്. ഇത്രയധികം പാല് ദ്രവ്യ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹെയറിന് കണ്ടീഷൻ ചെയ്യാനും സ്മൂത്തും സിൽക്കി ആയിട്ട് എന്നും മുടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സഹായിക്കും. ഈ മരുന്നുകളെല്ലാം ഉരുളിൽ ചേർത്തതിന് ശേഷം അതിലേക്ക് എള്ളെണ്ണയും വെളിച്ചെണ്ണയും, ഇതിലാണ് നമ്മൾ ദ്രവ്യ ഹെയർ ഓയിൽ പാകമായിട്ട് വരുന്നത്. ദ്രവ്യ ഹെയർ ഓയിൽ 1/3 ഭാഗമായിട്ട് ചുരുങ്ങുക ചെയ്യുക. അതിൽ ഒരു ഭാഗം പച്ചമരുന്ന്, ഒരു ഭാഗം എണ്ണയും, ഒരു ഭാഗം പാലും മാത്രമാണ്. ചേർത്ത എണ്ണയിലേക്ക് പച്ചമരുന്നുകളും പാലൊക്കെ കുറുകി ബാക്കി പച്ചമരുന്നുകളും ചേർത്ത് അതിൻ്റെ ചില പൊടിക്കൈ മരുന്നുകളുണ്ട് അതും കൂടി ചേർത്ത് അതും കുറുക്കി വന്നാൽ മാത്രമേ നമ്മൾ ദ്രവ്യ ഹെയർ ഓയിൽ ഒരു കഷായ പാകത്തിനായിട്ട് കീച്ചു വയ്ക്കും. ഓരോ പച്ചമരുന്നിനും അതിൻ്റെതായ പ്രോസസ്സിങ് ടൈമുണ്ട്. ആ പ്രോസസ്സിങ് ടൈമിലെ അത് ഓരോന്നും ആഡ് ചെയ്ത് എണ്ണയിലേക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഹെയർ ഓയിലിന് അതിൻ്റെതായ ഗുണവും ആ പച്ചമരുന്നിൻ്റെയും പാലിൻ്റെയും എല്ലാം ഗുണങ്ങളോട് കുറുകി വന്ന് ദ്രവ്യ ഹെയർ ഓയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാ മരുന്നുകളും ചേർത്തതിന് ശേഷം എണ്ണയുടെ കഷായ പാകം നോക്കിയിട്ട് മാത്രമാണ് ഉരുളി അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുന്നത്. ഹെയർ ഓയിലിൽ വേറെ ഒരു കെമിക്കൽസും പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ കഷായ പാകം നോക്കി കറക്റ്റ് പാകമായാൽ മാത്രമേ ഇറക്കി വെക്കാൻ പറ്റൂ. അല്ലാത്ത പക്ഷം ഹെയർ ഓയിൽ മോശമായി പോകാൻ ചാൻസ് ഉണ്ട്. ദ്രവ്യ ഹെയർ ഓയിൽ യാതൊരുവിധ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഫ്രാഗ്രൻസോ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. കളറിന് വേണ്ടിയിട്ടോ മണത്തിന് വേണ്ടിയിട്ടോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുടിയുടെ എന്ത് പ്രശ്നമാകട്ടെ, താരന് അകാലം നേരം, മുടി പൊട്ടിപ്പോകൽ, മുടിയുടെ ഉള്ളുകുറവ്, സോറിയാസിസ് പോലുള്ള എന്ത് പ്രശ്നമാകട്ടെ, ഏത് പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ ഓയിലാണ് ദ്രവ്യ ഹെയർ ഓയിൽ.